നമുക്കൊരു 3 ഇംഗ്ലീഷ് വാക്ക് എന്ന് പഠിച്ചാലോ? ഒന്നാമത്തെ വാക്കാണ് എബവ്. എബവ് എന്ന് പറഞ്ഞാൽ മീതെ അല്ലെങ്കിൽ മുകളിൽ. ഒരു ഉദാഹരണം പറയുന്നത്, നേരിട്ട് തൊട്ട് നിൽക്കാതെ മുകളിലായിരിക്കുന്ന ഒരവസ്ഥയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എബവ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദ ഫാൻ ഈസ് എബവ് ദ ടേബിൾ. ഫാൻ മേശയ്ക്ക് മീതെയാണ്. മേൽക്കൂരയിലുള്ള ഒരു ഫാൻ അല്ലെങ്കിൽ ലൈറ്റ്, ഇതിലേക്കൊക്കെ നമുക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയാം, ദ ഫാൻ ഈസ് എബവ് ദ ടേബിൾ അല്ലെങ്കിൽ ദ ലൈറ്റ് ഈസ് എബവ് ദ ടേബിൾ. അടുത്ത വാക്കാണ് ബിലോ. ബിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താഴെ. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ താഴെയാണ് എന്ന സ്ഥാനത്ത് സൂചിപ്പിക്കാനാണ് ബിലോ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണത്തിന്, ദ ക്യാറ്റ് ഈസ് ബിലോ ദ ചെയർ. കസേരയുടെ താഴെയാണ് പൂച്ച. അതായത് തറയിലുള്ള ഒരു വസ്തുവിനെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ചെരുപ്പ് നമുക്ക് കൈ ചൂണ്ടിക്കൊണ്ട് കാണിച്ചുകൊണ്ട് പറയാം, ദ സ്ലിപ്പേഴ്സ് ആർ ബിലോ ദ ചെയർ. അടുത്ത വാക്കാണ് അപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ മേൽപോട്ട്. മുകളിലേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കാനാണ് അപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മുകളിലേക്ക് നോക്കൂ, ലുക്ക് അപ്പ്. മുകളിലേക്ക് നോക്കൂ, ലുക്ക് അപ്പ്. ഗോ അപ്പ് ദി സ്റ്റെയർസ്. ഗോവണി കയറി മുകളിലേക്ക് പോകൂ. ഗോ അപ്പ് ദി സ്റ്റെയർസ്. കോണി കയറി മുകളിലേക്ക് പോകൂ. ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കൈ ഉയർത്തിയിട്ട് നമ്മൾ പറഞ്ഞാൽ മതി, അപ്പ്, മുകളിലേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് മറന്നു പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.